പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഒരു സിവിൽ എഞ്ചിനീയർക്ക് സിവിൽ എഞ്ചിനീയർ എന്ന് എങ്ങനെയാണ് പേര് വന്നത്? അതല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പേര് ലഭിച്ചതെങ്ങനെ എന്നാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. പഴയ കാലങ്ങളിൽ, അതായത് 18-ാം നൂറ്റാണ്ടിന് മുമ്പ്, എഞ്ചിനീയറിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിരുന്നത് മിലിറ്ററി പർപ്പസിനായിരുന്നു. കോട്ടകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ പാലങ്ങളുടെ നിർമ്മാണം, റോഡുകൾ എന്നിവയായിരുന്നു ഈ എഞ്ചിനീയറിംഗ് ശാഖയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ സിവിലിയൻസിന്, അതല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക്, പൗരന്മാർക്ക് ആവശ്യമുള്ള കെട്ടിടങ്ങളും പാലങ്ങളും അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റു നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന അർത്ഥത്തിലാണ് നോൺ മിലിറ്ററി ആയിട്ടുള്ള പർപ്പസുകൾക്കുള്ള ആവശ്യങ്ങൾ എന്ന നിലക്കാണ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പേര് വന്നത്. സിവിലിയൻസിന്, പൗരന്മാർക്ക്, ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾക്കോ അതല്ലെങ്കിൽ വ്യക്തികൾക്കുള്ള ആവശ്യങ്ങൾക്കോ എഞ്ചിനീയറിംഗ് ശാഖ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ആ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ യഥാർത്ഥത്തിൽ എന്ത് പേരിൽ അറിയപ്പെട്ടത്? സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് വന്നത് ഏത് നിലയ്ക്കാണ്? നോൺ മിലിറ്ററി എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ്. മിലിറ്ററി ആവശ്യത്തിനുള്ളതല്ലാത്ത എഞ്ചിനീയറിംഗ് എന്ന അർത്ഥത്തിലാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പേര് വന്നത്. ബ്രിട്ടീഷുകാരനായ ജോൺ സ്മീറ്റൺ എന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാണ്? ജോൺ സ്മീറ്റൺ. ബ്രിട്ടീഷുകാരനായിരുന്നു. 1724 ജനനം, 1792 മരണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറും മിലിറ്ററി എഞ്ചിനീയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മിലിറ്ററി പർപ്പസിനുള്ള, അതല്ലെങ്കിൽ പടയോട്ടങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് കോട്ടകൾ കെട്ടുന്നതിന്, പാലങ്ങൾ നിർമ്മിക്കുന്നതിന്, റോഡുകൾ നിർമ്മിക്കുന്നതിന്, ഈ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പൊതുജന ആവശ്യങ്ങൾക്ക് കൂടി വിനിയോഗിക്കാമെന്ന് കണ്ടെത്തി അത് പൊതുജന സേവനത്തിന് ഉപയോഗപ്പെടുത്തിയ വ്യക്തി എന്നുള്ള നിലക്കാണ് ജോൺ സ്മീറ്റനെ ഫാദർ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് വിവിധ തരങ്ങളിലുള്ള കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ പാലങ്ങൾ, അതുപോലെ തന്നെ മറ്റു നിർമ്മിതികൾ, ഇവയെല്ലാം ഈ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. പബ്ലിക് ആവശ്യങ്ങൾക്ക് മാത്രമല്ല, വ്യക്തികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഏതിലൂടെ നിർവഹിക്കപ്പെടുന്നു? ഈ സിവിൽ എഞ്ചിനീയറിംഗ് ശാഖയിലൂടെ നിർവഹിക്കപ്പെട്ടു പോന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേര് കേട്ട ഒരു നിർമ്മിതിയാണ് എഡ്ഡിസ്റ്റോൺ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. ഒരു ലൈറ്റ് ഹൗസ്, ലൈറ്റ് ഹൗസുകളുടെ ചരിത്രത്തിൽ ഇന്നും അറിയപ്പെടുന്ന ഒന്നാണ് ഇത്, ഈ എഡ്ഡിസ്റ്റോൺ ലൈറ്റ് ഹൗസ് എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഹൈഡ്രോളിക് സിമെൻറ്റ് ഉപയോഗപ്പെടുത്തി തുടങ്ങിയതും അദ്ദേഹമാണ്. എന്താണ് ഹൈഡ്രോളിക് സിമെൻറ്റ്? ഒരു പ്രത്യേക ചുണ്ണാമ്പ്. ഇത് സാധാരണ ഉപയോഗിക്കുന്നത് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞല്ലോ, ലൈറ്റ് ഹൗസാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള നിർമ്മിതി എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടും എവിടെ? കടൽ വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് വാസ്തവത്തിൽ ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കുക, അല്ലേ? കടൽക്കരയിലാണ് ലൈറ്റ് ഹൗസുകൾ സ്ഥാപിക്കുക. അപ്പോൾ ഒരു അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഹൈഡ്രോളിക് സിമെൻറ്റ് ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് അദ്ദേഹമാണ്. വെള്ളത്തിനടിയിൽ വളരെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് വാസ്തവത്തിൽ ഈ ഹൈഡ്രോളിക് സിമെൻറ്റ് കൊണ്ട് ഉള്ള കോൺക്രീറ്റ് എന്ന് പറയുന്നത്.
സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.